അസ്സലാമു അലൈക്കും. ഇവിടെ അസ്സലാമു അലൈക്കും. എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞോളൂ. ചെയ്യാം, എല്ലാം ചെയ്യാം, ഒക്കെ ചെയ്യാം, ആയിക്കോട്ടെ. ഇവിടെ ഇരുന്ന് ഇപ്പോൾ വന്നതൊക്കെ ഏകദേശം എല്ലാം മുജാഹിദ് പ്രവർത്തകരായിട്ടുള്ളവർ. അല്ലാത്തവരുണ്ടെങ്കിൽ ഇവരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ വന്നവരും മുജാഹിദ് പ്രവർത്തകരായിട്ടുള്ളവരും ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും ഇതിനോട് താല്പര്യമുള്ളവരാണ്. കൂടുതൽ ആളുകൾ ഞാൻ 2 3 വന്നിട്ടുണ്ടെങ്കിലും 2 കൂട്ടർക്കും അതിൽ സമ്മതമാണ്. എല്ലാവരും ഇവിടെ കയറിയിരിക്കുക. കാരണം ഇതൊന്നും പുറത്തുള്ളവരല്ല. ഈ വിഷയം നല്ല നിലക്ക് കാര്യങ്ങൾ പര്യവസാനിക്കണം എന്നുള്ള നിലക്ക് വന്നവരാണ്. അതിൻ്റെ പേരിൽ ഒരു പുറത്ത് നിൽക്കുക, ഒരു സൈഡിൽ ഇരിക്കണം എല്ലാവരും വന്നിട്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് ഇവിടെ ഒരു ബാളം ഉണ്ടാക്കുന്ന രൂപത്തിലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടൊരു വാളണ്ടിയർ രൂപത്തിലോ ആകരുത്. ഇവിടെ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നിയന്ത്രിച്ചോളും. അത് ആ ഭാഗത്തുനിന്ന് സംസാരിക്കുമ്പം ആ ഭാഗത്തു നിന്നുള്ള ആളുകളത് ഏറ്റെടുക്കുക. അല്ലെങ്കിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു, അനസ് പറഞ്ഞു, ഹനീഫ പറഞ്ഞു, ഇതൊക്കെയാണ് ഇതിലുള്ളത്. അത് വേറെ ഒരു നിലക്കുള്ളതല്ല. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി വളരെ അച്ചടക്കത്തോടു കൂടി നമ്മൾ 2 ഭാഗത്തെ അവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഇരിക്കുക. എന്നിട്ട് അങ്ങനെ ഒരു പരിപാടി നമ്മൾക്ക് തുടങ്ങി സാന്ദർഭികമായിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പം നമ്മൾക്ക് കൃത്യമായിട്ട് ആളുകളുടെ പേര് വെച്ച് അത് ആയിട്ട് നമുക്ക് അത്ര ആളുകൾ ഇവിടെ നിർത്താം. ബാക്കിയുള്ളവരെ പുറത്തേക്ക് വയ്ക്കും. പരസ്പരം ഒരു ഉള്ളിൽ നിങ്ങൾ ചർച്ച നടത്തരുത്. കാരണം അവിടെ അങ്ങനെ ചർച്ച ഉണ്ടാകാൻ പാടില്ല. ചർച്ച ഇവിടെയാണ്, അത് കേൾക്കുക. പിന്നെ ഇപ്പം തന്നെ വിധി പറയണ്ടല്ലോ. വിധി കുറേ കഴിഞ്ഞിട്ടായാലും മതി. നമ്മളൊക്കെ കുറേ കാലം മുമ്പ് സുന്നി വേദമൊക്കെ കേട്ട് വിധി പിന്നീട് കാലത്ത് ഞാനൊക്കെ കുറേ കാലം മുമ്പ് സുന്നിയായിരുന്നു. പിന്നെ കേൾക്കണ വേദനയൊക്കെ വിധി പറയണമെന്നില്ല. മനസ്സിൽ വെച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്. ആ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പര്യവസാനിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ആ കാര്യങ്ങൾ 2 വിഭാഗവും ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഏത് രീതിയിലാണെന്ന് ഇവിടെ ഈ പ്രസീഡത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും. അള്ളാഹുവിന് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയങ്കരായ സംഘടനാ നേതാക്കളെ, മറ്റ് പ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ വിശദമായി ഒരു വിഷയം ഇവിടെ കേരളക്കരയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച നടത്താൻ ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇതിനു മുമ്പ് 3 ദൗറകൾ ഇവിടെ നടക്കുകയുണ്ടായി. അതിൽ 2ാമത്തെ ദൗറയിൽ വെച്ച് നമ്മുടെ ഒരു സഹോദരൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ വിഷയം എന്തായിരുന്നു എന്ന് വെച്ചാൽ 2 വിഭാഗം പണ്ഡിതന്മാരെയും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ചായിരുന്നു ആ ചോദ്യം. അന്ന് ആ രൂപത്തിൽ ആ രൂപത്തിലൊരു ചർച്ചയുടെ രീതിയില്ല എന്ന് സലഫി പറയുകയും ആ പ്രവർത്തകൻ എഴുന്നേറ്റ് പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാനും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചർച്ച ചെയ്യുന്ന സമ്പ്രദായം ഇതിനു മുമ്പും പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാവണം എന്ന് പറയുകയും വ്യക്തിപരമായി തന്നെ സലഫിയോട് ഞാൻ ഈ വിഷയം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അന്ന് നടന്ന ദൗറയ്ക്ക് ശേഷം ഞാനും സലഫിയും ഒരുമിച്ചാണ് ഒരു മുഖാമുഖത്തിലേക്ക് പോയത്. അന്ന് ഞാൻ പറഞ്ഞു, സലഫി, നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുകയും ഖുർആനും സുന്നത്തുമായി യോജിച്ചു പോകുന്ന ഒരവസ്ഥ സക്കരിയ സലാഹിയുമായി ചേർത്ത് നടത്തിയില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ടും ഇതിൻ്റെ അകത്ത് കയറിക്കൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ സക്കരിയയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു ധാരണ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കണം എന്ന് പറയുകയും സലഫി അത് ഇൻഷാ അല്ലാഹ് നോക്കാം എന്ന് പറയുകയും ചെയ്തു. അതിനു മുമ്പും ഞാൻ സലഫിയോട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. മുജാഹിദ് സെൻറ്ററിൽ വെച്ച് എനിക്ക് ഇപ്പോൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ വസ്തുതകളെക്കുറിച്ചുള്ള നിജസ്ഥിതി നിങ്ങളെന്നെ ബോധ്യപ്പെടുത്തി തന്നാൽ
അതല്ല, ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യം തെറ്റാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തി തന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ മാത്രമല്ല എറണാകുളം ജില്ലയിലുള്ള ഈ വാദം പറയുന്ന മുഴുവൻ കുട്ടികളും അത് ബോധ്യപ്പെടുകയും ഇഖ്ലാസുള്ള കുട്ടികളാണ്, അവർ ശരിയായി തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളതിനു വേണ്ടി പരിശ്രമിക്കണം എന്ന് പറഞ്ഞു. അന്ന് മുഹമ്മദ് മേത്തരും നിസാമുക്കായും കൂടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് മേത്തർ പറഞ്ഞു എങ്ങനെയെങ്കിലും സലഫി അതിന് തയ്യാറാവണം എന്ന് പറഞ്ഞു. അപ്പോൾ സലഫി പറഞ്ഞു ഇൻഷാ അല്ലാഹ് താഹ എപ്പോൾ വിളിച്ചാലും ഞാൻ വരാം എന്ന് ഏറ്റവും അനുകൂലമായ മറുപടിയും പറഞ്ഞു. അതിനുശേഷമാണ് ഈ ദൗറകൾ നടക്കുന്നതും ആ ദൗറയിൽ വെച്ച് സംസാരിക്കുന്നതും. അന്ന് സലഫി പ്രഖ്യാപിച്ച ഒരു കാര്യം, അടുത്ത ദൗറയിൽ മുഴുവൻ വിഷയങ്ങൾക്കും സംശയ നിവാരണം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പിരിഞ്ഞത്. പിന്നീട് വന്ന ദൗറയിൽ ആ ഒരു രീതിയിൽ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിരുന്നു. സംശയ നിവാരണമാണെങ്കിൽ മുഴുവൻ സംശയ നിവാരണം, വിഷയാവതരണമാണെങ്കിൽ മുഴുവൻ വിഷയാവതരണം, ആ രൂപത്തിലാണ്. അല്ലാതെ ഒരു മുഖാമുഖത്തിൽ ഏതെങ്കിലും ഒരാൾ പോയി ചോദിക്കുകയും കുറേ മറുപടി പറയുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഗുണകരമാവുകയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതുകൊണ്ട് ആ രൂപത്തിലായിരിക്കും ചർച്ച എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ശാരീരികമായ ചില പ്രയാസങ്ങൾ അതിന് മുമ്പത്തെ ഒരു മീറ്റിങ്ങിൽ ഉണ്ടാവുകയും ഞാൻ ചികിത്സയിൽ ആവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പത്തെ പോലെ ഒരു ചർച്ച ആരോഗ്യപരമായി എനിക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ചുറ്റുപാട് ആ സാഹചര്യത്തിൽ ഉണ്ടാവുകയും ആ ദിവസം അത് ഇവിടെ കൂടിയ എല്ലാവർക്കും മിക്കവാറും ആളുകൾക്കും ബോധ്യപ്പെട്ടതുമാണ്. അപ്പോൾ വെള്ളം ഇത്തിരി ഇവിടെ വെച്ചാൽ അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ ദൗറ ഉണ്ടായത്. അന്ന് ആ ദൗറയിൽ പ്രശ്നമില്ല, ഈ ചുണ്ടിങ്ങനെ വരണ്ടു പോകും, അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ആ താഴ്ത്തുന്നത് അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയ നിവാരണത്തിന് പൂർണ്ണമായ ഒരു അവസരമുണ്ടായില്ല. കാരണം വിഷയാവതരണം കഴിഞ്ഞപ്പോൾ തന്നെ ചോറിട്ട് കഴിഞ്ഞ് വന്നു. പിന്നീട് 3:30 മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞു. ഏകദേശം 4 മണിയോടുകൂടി തന്നെ നിർത്തുകയും ചെയ്തു. ഈ വിഷയമായി 3 ചോദ്യമാണ് ചോദിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഉപചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. മറുപടി ശരിയാണോ ശരിയല്ലേ എന്ന് വിലയിരുത്താൻ കഴിഞ്ഞില്ല. ആ രൂപത്തിലാണ് ആ യോഗം പിരിഞ്ഞുപോയത്. അന്ന് ഞാൻ ചോദിച്ച ചോദ്യം ഒന്ന്, ഇബ്നു ബാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, ഗൾഫിലേക്ക് അയച്ച കത്തിൽ ഹുസൈൻ മടവൂരിന് ആദർശ വ്യതിയാനം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അന്ന് തയ്യാറാക്കിയ ബ്രോഷറിൽ ഇബ്നു ബാസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീക്ക് ബുദ്ധ ജിന്നു കൂടുകയും അതിനെ ഖുർആൻ ഓതി വേറൊരു പണ്ഡിതൻ സുഖപ്പെടുത്തുകയും അതിനുശേഷം ഇബ്നു ബാസുമായി അയാൾ സംസാരിക്കുകയും ചെയ്തതിന് ശേഷം ആ ജിന്ന് ഇസ്ലാം മതത്തിൽ വന്നു എന്ന സംഭവം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്ന ആളാണ് ബഹുമാന്യനായ ഹുസൈൻ അബൂബക്കർ കോയ എന്നുള്ള രൂപത്തിലാണ് കത്തയച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇന്നത് അംഗീകരിക്കുന്നുണ്ടോ? ബുദ്ധ ജിന്നുമായി സംസാരിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം പറഞ്ഞിരുന്നു. അന്ന് ഹനീഫ മൗലവി മറുപടി പറഞ്ഞപ്പോൾ വേറൊരു പണ്ഡിതൻ്റെ പേര് പറയുകയും ഇബ്നു ബാസിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഈ വിഷയം സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഇബ്നു ബാസ് ചെയ്ത ഈ പ്രവർത്തനം നിഷേധിക്കുകയും തൻതാവി എന്നുള്ള ഈജിപ്തി പണ്ഡിതൻ ഇതിനെ പരിഹസിക്കുകയും ചെയ്യുന്നതിന് ആ രൂപത്തിലുള്ള ആളാണ് ഹുസൈൻ അബൂബക്കർ കോയ എന്നാണ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ആ രൂപത്തിലാണോ ഇപ്പോഴും നമ്മുടെ വിശ്വാസം? അതല്ല ഹുസൈൻ അബൂബക്കർ കോയയുടെ വിശ്വാസമാണോ, ഹുസൈൻ മടവൂരിൻ്റെ വിശ്വാസമാണോ നമ്മളുടേത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എൻ്റെ ചോദ്യം. ആ രൂപത്തിൽ അതിന് ഒരു കൃത്യമായ മറുപടി വന്നില്ല. രണ്ടാമത്തെ വിഷയം,
ഖുർആനിലെ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പരാമർശം അവിടെ ഷെയ്ത്താൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ സന്ദർഭം എന്താണ് എന്ന് വെച്ചാൽ, ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന ഒരു പേടി, സാധാരണ ജിന്നിനെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന ഒരു പേടിയിലേക്ക് ആളുകൾ പോകും എന്നുള്ളതിനേക്കാൾ ഉപരിയായി നേരെ മറിച്ച് ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന പേടി എന്താണ് എന്ന് അതിന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പേടി? ആ പേടി എന്താണെന്ന് വെച്ചാൽ, മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്യുമ്പോൾ മുശ്രിക്കുകളെക്കുറിച്ച് ഇവരുടെ മനസ്സിൽ ഒരു പേടി ജനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. പക്ഷേ ആ രൂപത്തിലല്ല, അതിനെ തെറ്റിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചിരുന്നു, ആ വിഷയം ഞാൻ മറന്നുപോയി. അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെ 3 ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു സംസാരിക്കാൻ അവസരമുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു കുറ്റപ്പെടുത്തലല്ല. കാരണം മൂന്നാമത്തെ മറന്നു ഞാൻ അതിൽ എഴുതില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ എന്തായിരുന്നു? അല്ല, മൂന്നാമതൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ പണ്ഡിതന്മാർക്കൊരു മുഖാമുഖത്തിന് പോകാനുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ കഴിയാതെ തന്നെ നിർത്തേണ്ടി വരികയാണിത്. അപ്പോൾ അന്ന് പൂർണ്ണമായും നടത്തിയില്ല. പിന്നെ ഞാൻ ഉന്നയിച്ച ഒരു പ്രശ്നം, ഞാൻ ഈ രൂപത്തിലുള്ള ഒരു ചോദ്യം ഉത്തരവല്ല പ്രതീക്ഷിച്ചിരുന്നത്. മറിച്ച് ഈ വിഷയത്തിൽ ഒന്ന് വേണമെങ്കിൽ ഒരു വിഷയാവതരണം നടത്തുകയും ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുകയും എനിക്ക് ഉത്തരം പറയാൻ പറ്റുകയും ഉത്തരം പറഞ്ഞതിലെ അപാകതകൾ പണ്ഡിതന്മാർ തിരുത്തുകയും തിരുത്തിത്തരികയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷം അനസ് മറുപടി പറഞ്ഞ സമയത്ത് അനസ് മൗലവി പറഞ്ഞു, പിന്നെ ഈ ബുക്കിൻ്റെ വിഷയത്തിൽ ഒരു സംവാദത്തിന് ജംഇയ്യത്തുൽ ഉലമ ഇല്ലെങ്കിൽ പോലും, ജംഇയ്യത്തുൽ ഉലമ സമ്മതിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ജംഇയ്യത്തുൽ ഉലമയുടെ അനുവാദം ഇല്ലെങ്കിൽ പോലും, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. എന്തെന്നായിരുന്നു പറഞ്ഞത്? വ്യക്തിപരമായി ഞാനും അനീഫും തയ്യാറാണ് എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബന്ധപ്പെട്ട പണ്ഡിതന്മാരെ വിളിക്കുകയും അവർ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അനസിൻ്റെ സംസാരവും അനസിൻ്റെ ആ സംവാദത്തിനുള്ള ക്ഷണത്തിന് ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ ഉത്തരം കൊടുത്തു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഭാഗത്തൊന്നും തയ്യാറാണ് എന്ന് പറയുകയും അങ്ങനെ തയ്യാറെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞൊരു പരാമർശം അനസിനോട്, അനസൊന്ന് ഫോൺ ചെയ്യുമ്പോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുഹമ്മദ് മേത്തർ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ആ രൂപത്തിലാണ് അന്ന് അവസാനിച്ചത്. അതിനുശേഷം അനസിൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടി പോയി ഒരു കരാറ് അനസ് പറഞ്ഞു തന്ന ഒരു വിഷയത്തിൽ, അതായത് ജംഇയ്യത്തുൽ ഉലമ ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിൽ സലഫി വിരുദ്ധ ആശയങ്ങളും ഉണ്ട് എന്നുള്ള ഒരു വിഷയത്തിൽ കരാർ എഴുതി ഒപ്പിടുകയും ചെയ്തു. ഈ ഒപ്പിട്ടതിന് ശേഷം അന്ന് രാത്രി അനസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ അകത്തൊരു അപാകതയുണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ ചോദ്യോത്തരത്തിൻ്റെ സമയങ്ങളൊന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് തിരുത്തിയാൽ പോരെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അനസ് അവിടെ നിന്ന് തിരുത്തുകയും ഞാനിവിടെ ഇരുന്ന് തിരുത്തുകയും ചെയ്താൽ പോരാ, നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് തിരുത്തണം. അതിന് ശേഷമല്ലാതെ അനസ് ഈ വിഷയം ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞു. ഇത് ആരെയും കാണിക്കരുത് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ചില പേരുകളും കൂടി പറഞ്ഞിരുന്നു, അല്ലേ അനസ്? എന്നെ ആളെ കാണിക്കരുത്, ആരെയും അങ്ങനെ കാണിക്കരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചിരുന്നു. അതിനുശേഷം ഈ ഒരു വാദപ്രതിവാദം ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ പല ഭാഗത്തു നിന്നും ആളുകൾ എന്നോട്, അല്ലെങ്കിൽ ഒരു ചർച്ച, ഒരു സംവാദം ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ ഈ സംഘടനയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. ഇത് ശരിയാവില്ല, ഇതുകൊണ്ട് ദോഷം ചെയ്യും എന്ന് നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതിലൂടെ കമ്പ്യൂട്ടറിലൂടെയൊക്കെ ആൾക്കാർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരികയും ഇത് സുന്നികളുടെ കയ്യിൽ ഇതിൻ്റെ ക്ലിപ്പിംഗ് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബഹുമാന്യനായ എം മുഹമ്മദ് മദനിയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ പോയി അദ്ദേഹവുമായി സംസാരിച്ചു. ഞാൻ പോയപ്പോൾ കൂട്ടിന് അവിടെ ചെന്നിട്ട് ഉസ്മാൻ മദനിനെയും കൂട്ടിയാണ് പോയത്. ഞങ്ങൾ 2 പേരും കൂടി പോയി. രാവിലെ സുബഹി കഴിഞ്ഞപ്പോൾ തന്നെ സംസാരിക്കാൻ വേണ്ടി ഇരുന്നു, സംസാരിച്ചു. അപ്പോൾ മദനി പറഞ്ഞു, അത് നീയും അനസും കൂടി ഉണ്ടാക്കിയ ഒരു കാര്യം, ആ ഒരു വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ കരാറും ആയിക്കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മൗലവി അത് കരാറ് സ്ഥിരീകരിച്ചിട്ടില്ല അതിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പറയരുതെന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം കരാറായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെന്നിട്ട്
പിന്നെ എമ്മിനോട് സമ്മതം ചോദിക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു വിഷമമുണ്ട്. മാത്രമല്ല കരാറാവുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കരാറാകണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള തിരുത്തും കാര്യങ്ങളും ശരിയായതിനു ശേഷം മാത്രമാണ്. അത് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ പൂർണ്ണമായൊരു കരാറായിട്ടില്ല, ഞങ്ങൾ തമ്മിലൊരു ധാരണയായിട്ടുണ്ട്, അത് കരാറായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കരാറായിട്ടില്ല എന്നുള്ളതിന് എന്താണ് കാരണമെന്ന് പിന്നീട് ഞാനത് വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് പോന്നു. അപ്പോൾ മൗലവി അന്ന് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അത് നീയും അനസും തമ്മിലുണ്ടാക്കിയ ഒരു ധാരണ, അത് നിങ്ങൾ ഒരു അടച്ചിട്ട മുറിയിലിരുന്നിപ്പോൾ ചർച്ച ചെയ്തതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ സാർ ഇത് നിങ്ങളുടെ ഒരു അനുവാദമായി ഞാൻ പരിഗണിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ അനുവാദമായിട്ട് ഇത് പറയൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിർത്തിവെക്കാനും അദ്ദേഹം പറഞ്ഞില്ല, ഇതിന് അനുവാദവും തന്നില്ല, ഇതിങ്ങനെ നടക്കട്ടെ എന്നുള്ള ഒരിത്. എന്നാൽ നടക്കട്ടെ എന്നുള്ളൊരു കാര്യം തിരിച്ചു ചോദിച്ചപ്പോൾ അതിന് ആ രൂപത്തിലും പറഞ്ഞു. പിന്നീട് പല ആളുകളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താഹാനോട് പറഞ്ഞത് പിന്നെ ഇത് നിർത്തിവെക്കണമെന്നാണ്, ഇത് നടത്താൻ പാടില്ല എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോടങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പലരും വിളിച്ചപ്പോഴും പലരോടും പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഉച്ച ആയപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നിങ്ങളൊന്ന് എമ്മിനെ വിളിക്കണം, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടൊന്ന് വിളിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞു. ഞാൻ അപ്പം തന്നെ എമ്മിനെ ഫോൺ ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു വർത്തമാനം, ഇത് ഞാൻ അന്നും നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ രൂപത്തിൽ ഒരു ചർച്ച നടക്കുന്നതിനോട് ഒരു യോജിപ്പും എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ കാര്യങ്ങളൊക്കെ വളരെ മുമ്പോട്ട് പോയിരുന്നു. അതിനു മുമ്പ് ഈ വിളി നടക്കുന്നതിന് മുമ്പ് എനിക്ക് വ്യക്തിപരമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടതുള്ളത് കൊണ്ടും ഞാൻ അനസിനെ വിളിച്ചു. അനസുമായി ഉള്ള വ്യക്തിബന്ധം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അനസ് ഇന്നമാതിരി എനിക്കൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതിലൊന്നും വേറെ ഒരു ഇതുമില്ല, ഞാനും അനസുമാണ്, വേണമെങ്കിൽ ഇന്ന് നടത്താം അല്ലെങ്കിൽ നാളെ നടത്താം അല്ലെങ്കിൽ മറ്റന്നാൾ നടത്താം, അതിനൊന്നും യാതൊരു വിരോധവുമില്ല. ഇവിടെ ആകെ ഉള്ള ഈ സൗകര്യം താഴ്സേട്ട് എന്ത് ചെയ്താണ് ഇവിടെ വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണവും ഇതിനുള്ള സംവിധാനവും ഒക്കെ താഴ്സേട്ട് അവർ മുമ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോഴും ചെയ്തു വെച്ചിരിക്കുന്നു. അതിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ബാധ്യതയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേണ്ട വേറൊരു ദിവസം മതിയെന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അനസ് പറഞ്ഞു അത് താക്കില്ലെങ്കിലും സാരമില്ല, ഈ പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ നമുക്ക് വീട്ടിലിരുന്ന് CD കാണാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനതിന് സമ്മതിക്കുകയും ചെയ്തു. ഇന്നലെ ആണ് വിളിച്ചിട്ട് പറയുന്നത് ഇത് ഒരു കാരണവശാലും നടക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല, നീ പിന്നെ വിളിക്കും, ഞാൻ റേഞ്ചിലല്ല എന്ന് പറഞ്ഞ് നിർത്തുകയും പിന്നീട് വിളിച്ചിട്ട് കിട്ടാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞാനത് നമ്മുടെ പണ്ഡിതന്മാരോട് പറയാതെ മറച്ചു വെച്ചുകൊണ്ട് ഒരു സംവാദത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത് ഈ പ്രസ്ഥാനത്തിലുണ്ടാകുന്ന എന്ത് പിളർപ്പിൻ്റെയും എന്ത് പ്രശ്നത്തിൻ്റെയും ഉത്തരവാദിത്തം മുഴുവൻ എൻ്റെ നെഞ്ചിലേക്ക് ഏറ്റേണ്ടി വരികയും ചെയ്യും എന്നുള്ള ഒരു വിഷയം, അത് ഏകദേശം ഞാൻ മാത്രമാണ് അതിന് കാരണക്കാരൻ എന്നുള്ള ഏകപക്ഷീയമായ ഒരു പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പണ്ഡിതന്മാരോട് പറയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു ഇന്നമാതിരിയാണ് കാര്യം, അവർ പറഞ്ഞിരിക്കുന്നത് നടത്തരുത് എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു നമ്മളില്ല, സംവാദത്തിന് നമ്മളില്ല എന്ന് പറഞ്ഞു. എമ്മിൻ്റെ അനുവാദമില്ലാത്തൊരവസ്ഥയാണെങ്കിലും സാരമില്ല, അതിങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞൊരു രീതിയാണെങ്കിലും സാരമില്ലായിരുന്നു, പക്ഷേ ഇനി അത് നടക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് ഇന്നലെ ഏകദേശം 2 മണിവരെ രാത്രി നിരന്തരമായി ഈ സംഘടനയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ മുജാഹിദ് ബാലുശ്ശേരി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് താക്ക ഈ പരിപാടി നടക്കരുത്. ഹുസൈൻ സലഫി വളരെ വിഷമത്തോട് വിളിച്ചിട്ട് പറഞ്ഞത് ഒരു കാരണവശാലും നടക്കരുത്. ഗൾഫിൽ നിന്ന് നമ്മുടെ സംഘടനയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പല ഭാഗത്തു നിന്നും ഇതിങ്ങനെ നടന്നാൽ ഇത് ഈ സംഘടനയ്ക്ക് ഉണ്ടാകുന്ന കോട്ടം ചെറുതല്ല, ഇതോടുകൂടി ഈ സംഘടന പിളരുകയായിരിക്കും അതിൻ്റെ ഫലം എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ സംഘടനയ്ക്ക് ഒരു പരിക്കുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അനസ് ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ ലാഘവ ബുദ്ധിയോടുകൂടിയാണെങ്കിലും പറഞ്ഞു ഇതിൻ്റെ അകത്ത് തകരാറുണ്ടെങ്കിൽ ഞാനും താഹയ്ക്കൊക്കെ ഈ സംഘടനയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അനസിന് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞേക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് ഈ പ്രസ്ഥാനമാണ് എന്ന്